കൃപാസാമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളാകാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2025 ഏപ്രിലാണ്. എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. എൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത്. അതായത് എന്ത് ചെയ്യാൻ ഒരു ആത്മഹത്യയുടെ ഒരു വക്കിൽ നിന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് എന്നോട് പറയുന്നത്, ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം, എല്ലാം ശരിയാകും എന്ന് പറയുന്നത്. അന്നൊരു വിശ്വാസമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് എടുത്തേക്കാം എന്നൊരു വിശ്വാസക്കുറവോട് കൂടി വന്നാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. അന്ന് എനിക്കൊരു കേസുണ്ടായിരുന്നു. കേസെന്ന് പറഞ്ഞാൽ ഞാനൊരു വണ്ടി എടുത്തു. ആദ്യമായിട്ടൊരു വണ്ടി എടുത്താണ്. അത് തൃശ്ശൂർ ചാവക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാനത് ഈ കോഴി വേസ്റ്റ് ഓടാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. അത് എൻ്റെ കൂട്ടുകാർ കൊണ്ട് ഒരു വണ്ടിക്കിട്ട് ഇടിച്ച് നിർത്താതെ പോയി. കേസെന്ന് പറഞ്ഞാൽ ഭയങ്കര കേസായി. പിന്നെ അവർ അവിടെ ഹാജരാകാതെ വന്ന് വാറണ്ടായി. എൻ്റെ പേരിൽ കേസായി. ഒരു 9 വർഷം ആ കേസ് നീണ്ടു. ഒരു 15 ലക്ഷത്തോളം രൂപ വക്കീൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പൈസ ആഴ്ചയിൽ 7000, 4000, 2000 വെച്ച് മേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എന്നിട്ട് ഞാനിവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. രാവിലെ നീലത്തിരി കത്തിച്ചതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്കൊരു മാതാവിൻ്റെ രൂപം തിരിൽ നിന്ന് കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ കേസ് വരണമെന്ന് പറഞ്ഞ കേസ് വക്കീൽ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി കോടതി വരണ്ട, ആ കേസ് തള്ളിപ്പോയി, ഇനി നീ കോടതിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കേസിൻ്റെ പേരിൽ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസകൾ കടം വാങ്ങി. ഒരു 5-6 ലക്ഷം രൂപ കടം വാങ്ങി. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര പ്രശ്നത്തിലാക്കി. കാരണം പൈസ ഞങ്ങൾക്ക് ഇപ്പം തന്നെ വേണം, അല്ലാതെ ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾ അത് വീണ്ടും കേസാക്കുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ സമയത്ത് ജോലിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലി അന്വേഷണം നടക്കുന്ന സമയത്ത് ആ മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് ഇപ്പോൾ വരുവാണെങ്കിൽ ഞാൻ 40,000 രൂപ മേളിൽ നിനക്ക് ശമ്പളം തരാം, വരുവാണെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് കയറി. പിന്നെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക, കൂട്ടുകാർക്ക് പൈസ കൊടുക്കണമല്ലോ, അവർ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മുതലാളിയോട് പറഞ്ഞു, എനിക്കൊരു ലോൺ എടുത്ത് തരാമോ, ഞാൻ അവർക്ക് പൈസ കൊടുക്കാൻ, ഞാൻ കുറേശ്ശെ ഇവിടെ നിന്നിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം മുതലാളി പറഞ്ഞു, എനിക്കിപ്പോൾ ലോൺ അടക്കാൻ ഒരു സാഹചര്യമില്ല, എടുത്തു തരാനൊരു സാഹചര്യമില്ല, ഞാൻ വേണമെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാം. അതായത് എൻ്റെ മാതാവിൻ്റെ, അതായത് ഈ കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ മുതലാളി എൻ്റെ മുമ്പിൽ വന്നു. എൻ്റെ മുതലാളി എന്നെ അവരെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് അവരെ വിളിച്ചു. അവർ അങ്കമാലിയിലാണ് അവർ താമസിക്കുന്നത്. അവർ അങ്കമാലിയിൽ നിന്ന് ഇടുക്കി തോപ്രാങ്കുടി പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ഇരട്ടയാറാണ് ജോലി ചെയ്യുന്നത്. ആ കടയിൽ വന്ന് മുതലാളിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, മാസം ഞങ്ങൾക്കൊരു തുക വെച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. അന്നേരം മാസം എത്ര തുക നമുക്ക് ഓവറായിട്ട് കൊടുക്കാനില്ല, കാരണം ഞങ്ങൾ വാടകയ്ക്കാണ് കിടക്കുന്നത്, ചിലവ് എനിക്ക് മാത്രമേ ജോലി കിട്ടിയിട്ടുള്ളൂ, കിട്ടിയ സമയത്താണ്. അന്നേരം അവരോട് മുതലാളി സംസാരിച്ച് പറഞ്ഞു, മാസം ഒരു 10,000 രൂപ വെച്ച് ഈ 6 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്ന് തീർത്താൽ മതി. അതെനിക്കും ആശ്വാസമായി, അവർക്കും ഒരു പ്രശ്നം. ആ പ്രശ്നങ്ങളൊന്നും ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. കടബാധ്യത ആ പ്രശ്നം അങ്ങ് തീർന്നു. പിന്നെ ഞങ്ങൾക്കൊരു വീടില്ല, സ്വന്തമായിട്ട് കിടക്കാനായിട്ടൊരു വീടില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ സ്ഥലങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കുന്നും ചെരുവ, അവിടെ ഒരു വണ്ടി കയറത്തില്ല, നിരപ്പാക്കത്തില്ല, ഏലക്കാടാണ്, വീട് വെക്കത്തില്ല. കണ്ടവർ പറഞ്ഞു, നിങ്ങൾ അവിടെ എന്തിനാ വീട് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം എല്ലാം നമുക്ക് വീട് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അന്നേരം ഇവള് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം, ഇവിടുത്തെ മണ്ണെടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ട് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് മണ്ണെടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉപ്പ്, തൈലം, ഈ മണ്ണും കൂടെ കൂട്ടി കുഴച്ചിട്ട് ഞങ്ങളെ പറമ്പിലിട്ട് രണ്ടാമത്തെ ദിവസം എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ പെര വെക്കുന്നുണ്ടെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അവിടെ ചെന്നു. അന്നേരം എൻ്റെ ചേട്ടൻ്റെ വീടാണ് തൊട്ട് ഫ്രണ്ടിൽ എൻ്റെ ചേട്ടൻ്റെ വീടാണ്. അവരിങ്ങനെ ഷെഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു വണ്ടി കടന്നു പോകത്തില്ല, JCB കടന്നു പോകത്തില്ല. ഞങ്ങൾക്ക് വലിക്കാനൊരു മാർഗ്ഗമില്ല. ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസം കൂടിയേ മണ്ണ് വലിച്ച് തീരുള്ളൂ. പക്ഷേ JCBക്കാരനെ ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ JCB വന്നിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ കുഴിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി പോകാം, പറമ്പിലേക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചേട്ടനെ പെര വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു. ഞങ്ങളൊരു ഉടക്കിലേക്ക് മാറി. എന്നോട് മിണ്ടത്തില്ല, അവർ സഹകരിക്കത്തില്ല, അങ്ങനെ ഒരു മാർഗ്ഗത്തിലേക്കായിരുന്നു. പിന്നെ അവരോടറിയാതെ ഞങ്ങൾ അവിടെ മണ്ണ് കുഴിച്ച് പറമ്പിൽ കയറി പറമ്പ് നിരപ്പാക്കി. ഇപ്പം ആ പ്രദേശത്ത് ഞങ്ങൾ പെര വെക്കുന്ന അത്രയും നല്ലൊരു സൗകര്യമുള്ള സ്ഥലം നിങ്ങൾ കാണിച്ചു തരില്ല. ഞങ്ങൾക്ക് 10,000 പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്താൽ ആ സ്ഥലം സെൻറ്റിന് കിട്ടും. അത്രയും നല്ല രീതിയിൽ അത് വന്നു. ഞങ്ങളവിടെ തറ കെട്ടി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പൈസ ഇല്ല. പിന്നെ മുമ്പോട്ട് 1000 തികച്ചെടുക്കാൻ പൈസ ഇല്ലാതെയാണ് ഞങ്ങൾ ആ പെരയുടെ തറ കെട്ടിയേക്കുന്നത്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ ഒരു മാർഗ്ഗം ഉണ്ടായില്ല. അന്നേരം എൻ്റെ വൈഫിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അത് ഫോർട്ട് കൊച്ചിയിലാണ്.
സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അന്നേരം അപ്പോൾ അത് വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പെര വെച്ച് ജീവിക്കാം എന്നൊരു മാർഗ്ഗം. പക്ഷേ അത് വിൽപ്പന നടക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ തറ കെട്ടിയിട്ടിട്ട് ഞങ്ങൾക്കൊരു മാർഗ്ഗം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ഉപ്പും ഈ കൃപാസനത്തിലെ മണ്ണും തൈലും എല്ലാം കൂടെ കൂട്ടി തളിച്ച് വിശ്വാസ പ്രമാണം ഒരു 50 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം ബ്രോക്കർ വിളിച്ചിട്ട് പറയുന്നു, സിമി നിങ്ങളുടെ സ്ഥലം വിൽപ്പനയായി, പൈസ പിറ്റേ ദിവസം വന്ന് നിങ്ങൾ മേടിച്ച് ഒപ്പിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളോട് ആദ്യം ഈ പെര വെക്കാൻ 1600 കട്ട പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വെറും ഇപ്പം ജനൽപ്പൊക്കമായുള്ളൂ, 1000 കട്ട പോലും ആയിട്ടില്ല. എങ്ങനെ അത്ഭുതം സംഭവിച്ചേ, എന്താ അത്ഭുതം സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ബാക്കി കട്ട എല്ലാം മിച്ചമാണ്. ഇപ്പോൾ ഈ ആഴ്ച ഞങ്ങളുടെ പെരയുടെ വാർക്കയാണ്. ഈ അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ പുതുക്കേണ്ട പേരിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ല, പെരയുടെ പണി കഴിഞ്ഞിട്ട് അതും സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അതുകൂടാതെ ഒത്തിരി എൻ്റെ സഹോദരൻ വന്നിട്ട് രമ്യതപ്പെട്ടു. ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു, കമ്പി കെട്ടിയാൻ കറണ്ടില്ല, വെള്ളമില്ല, വെള്ളത്തിന് മാർഗ്ഗമില്ല, ഒന്നുമില്ലായിരുന്നു. അവർ തരുന്നില്ല, ഞങ്ങളുടെ ദേഷ്യത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നീ കമ്പി കെട്ടിയാൻ എൻ്റെ പെരയ്ക്കകത്തുനിന്ന് കറണ്ട് എടുത്തോ, ഒരു പ്രശ്നമില്ല. പക്ഷേ അവർക്ക് വെള്ളമില്ല, അവർക്ക് വെള്ളം തരാനുള്ള സാഹചര്യമില്ല. ഞങ്ങളന്നേരം വണ്ടിക്ക് അടിക്കുമായിരുന്നു വെള്ളം. അന്നേരം കഴിഞ്ഞ ദിവസം വണ്ടിക്കാരനെ വിളിച്ച് പറഞ്ഞു, അനീഷ അത് വണ്ടി ഇച്ചിരി കംപ്ലൈൻ്റ് ആണല്ലോ, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല വെള്ളത്തിന്. പിറ്റേ ദിവസം പണിക്കാർ വരാൻ വേണ്ടി നിൽക്കുക. ഇത് തമാശയാണോ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മേളിലെ ചേട്ടൻ ഓസ് ഇട്ടേക്കുന്നത് എന്തോ കൊടുത്തിട്ട് ഞായറാഴ്ച ദിവസം ആ ഓസ് പൊട്ടി വീണു, നിലത്തോട്ട് വീണു. അവർ പറഞ്ഞു, അയ്യോ ചേട്ടാ ഞാൻ ഓസ് പൊട്ടി വീണല്ലോ എന്ന് പറഞ്ഞു. എടാ അനീഷ എന്നാൽ നമുക്ക് ആ കിണറങ്ങ് തേകിയാലോ, വൃത്തിയാക്കിയാലോ എന്ന് ചോദിച്ചു. ശരി ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് നാളെ മേസ്തിരിമാർക്ക് കൊടുക്കാൻ വെള്ളമില്ല, എന്നാ ചെയ്യേണ്ടേ? എടാ എന്നാലും കോരിക്കളയാനുള്ള വെള്ളമല്ലേ, നീ ജാറെല്ലാം പിടിച്ചു വെച്ചോളം പറഞ്ഞു. എനിക്ക് 1000-ൻ്റെ 200-ൻ്റെ കുറേ ജാറുണ്ട്, അതെല്ലാം പിടിച്ചു വെച്ചു. അവർ പുതിയ ഓസ് മേടിച്ചുകൊണ്ട് വന്നു. ഓസ് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി നീ വെള്ളത്തിനെങ്ങും പോകണ്ട, ഈ പെരപണി കഴിയുന്നവരെ, നിങ്ങളിവിടെ താമസിക്കുന്നവരെ ഞങ്ങൾ വെള്ളം തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭയങ്കര ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ മാതാവിനും ഈശോയ്ക്കും വളരെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അതിലുപരം ഞാനൊരു ഹിന്ദു ആണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ എഴുതി തുടങ്ങി. ഇപ്പം ബൈബിൾ എഴുതിയെന്ന് പറഞ്ഞാൽ കുറേ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഈ വർഷം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾ ആശുപത്രികളിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, കാരണം എനിക്ക് മാത്രമേ ഇപ്പോൾ ജോലിയുള്ളൂ, കാരണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 25 പേർക്ക് ഞങ്ങൾ ഫുഡ് എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ വെച്ച് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പത്രം ബസ് സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്, ആശുപത്രി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെല്ലാം പത്രം കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്ര അനുഗ്രഹം തന്ന അമ്മയുടെ, കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ വേറൊരു മേഖലയിലാണ്, കാരണം ഞങ്ങൾക്ക് വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തടത്ത് ഇത്ര അനുഗ്രഹം തന്നത് എൻ്റെ മതവിശ്വാസത്തിൽ ഞാൻ വിശ്വാസിച്ച് എനിക്കിട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അനുഗ്രഹത്തിൻ്റെ ഇതാണ്. ഇത്രയൊക്കെ പറഞ്ഞതിന് എൻ്റെ ഈശോയ്ക്കും. ഇത്ര നാൾ ഞാൻ 9 മാസമാണ് വാടക വീട്ടിൽ താമസിച്ചത്. ഇപ്പം ഞങ്ങളൊരു 3 മാസമല്ല ഷെഡിലേക്ക് മാറിയിട്ട് ഇപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ വീടിൻ്റെ വാർക്കയാണ്. കാരണം 600 സ്ക്വയർ ഫീറ്റുള്ള, എന്നാൽ പോലും അടുത്ത ആഴ്ച ഞങ്ങൾ ഈ മാസം അവസാനത്തേക്ക് ഞങ്ങൾ വീട്ടിൽ കയറി. ഞങ്ങൾ അത്ര അനുഗ്രഹം ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. ഡെയിലി ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, കാരണം ഇത് ചൊല്ലാൻ നല്ല അവൾ എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. കാരണം ഞങ്ങളിപ്പം ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അടുത്ത പള്ളി ഉണ്ടാവുകൊണ്ട് പോകാം. എനിക്ക് ഞായറാഴ്ച ദിവസം മാത്രമേ ഒഴിവുള്ളൂ. ഞായറാഴ്ച ദിവസം ചിലപ്പോൾ ഒഴിവ് കിട്ടുള്ളൂ, എല്ലാ ദിവസവും ചെല്ലണം. പക്ഷേ ഇപ്പം 40 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ പുള്ളി ഓണം കഴിയുമ്പോൾ വീണ്ടും കൂട്ടി തരാമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നല്ല ജോലി എനിക്ക് കിട്ടാനുമില്ല. ഭയങ്കര അനുഗ്രഹമാണ് കിട്ടിയത്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒക്കെ നന്ദി, 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി. ഇത്രയധികം അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. ഞാനിവിടെ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കാലം തൊട്ടേ കൃപാസനത്തിൽ വരുവാണ്. അതിനുശേഷം ഇപ്പോൾ ഹസ്ബൻഡിനായിട്ടൊക്കെ വന്ന് ഇതുപോലെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. ഇതൊക്കെ മുമ്പ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ 3-4 വർഷമായിട്ടുള്ള അങ്ങനെ കൊണ്ടുപോയി ഒത്തിരി പേര് ഞാൻ കൃപാസനത്തിൽ എൻ്റെ നാട്ടിൽ വെച്ച് വണ്ടി എടുത്ത് എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ എനിക്ക് അന്ന് ജോലിയൊന്നും ഉണ്ടായില്ല. ഞാൻ ഒരു വലിയൊരു സാക്ഷി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ജോസഫച്ചനെ പോയി കണ്ടിട്ട് എനിക്ക് ഒത്തിരി പേര് ഒരു 10-25 പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ സെലക്ട് ആയത് ഞാൻ മാത്രമായിരുന്നു. അന്ന് തൊട്ട് അനുഗ്രഹങ്ങൾ എന്നും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജപമാല എന്നുള്ളത് മാത്രം മുടക്കത്തില്ല. ഒരുപാട് എന്താ പറയുക, നമുക്ക് സഹനം തരും. പക്ഷേ ജപമാല എന്ന് പറഞ്ഞൊരു ആയുധം, അത് ഭയങ്കര ഒരു ആയുധം തന്നെ. ആ തറപ്പുറത്ത് കിടന്നൊക്കെ നമുക്ക് തറയെന്ന് പെട്ടെന്ന് അങ്ങടേക്ക് 2 കട്ട വെക്കാൻ സാധ്യത ഇല്ലയെന്ന് അറിഞ്ഞ സ്ഥലത്ത് നമുക്ക് വൈകുന്നേരങ്ങളായിക്കുമ്പോൾ ആ ജപമാലയും പിടിച്ചിട്ട് ഒന്ന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചാൽ മതി. 2 ദിവസം മതി. അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പം അവിടങ്ങളെല്ലാവരും പറയണത് ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനൊരു വീട് ആയല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോവുക. നമുക്കൊന്നും പറയാൻ പറ്റുള്ള ഈ അവസരത്തിൽ ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ ആയുസ്സുള്ള കാലം അത്രയും ഇവിടെ കൃപാസനത്തിൽ വരും, പറ്റണ അത്ര മക്കളെ ഇവിടെ കൊണ്ടുവരും. അത് തന്നെയല്ല,
വലിയൊരു അത്ഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളമില്ല. വെള്ളമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. രാവിലെ മേസ്തിരിമാർ പണിയാൻ വരും, കട്ട കെട്ടിയിട്ട് പോകും. ഞങ്ങൾക്ക് അന്നേരം പിറ്റേ ദിവസം രാവിലെ വെള്ളം ഒഴിക്കണം. ഞങ്ങൾക്ക് വെള്ളമില്ല, പിറ്റേ ദിവസം ഒഴിക്കാനുള്ള വെള്ളമില്ല, വണ്ടിക്ക് കൊണ്ടുവന്നാലേ അടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവർ പോയി പണിത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പം നല്ല മഴ പെയ്ത് ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണ്ട. ഇത് ഒരു 4 ദിവസം 5 ദിവസമായി ഇങ്ങനെ തന്നെ. ഇപ്പോഴല്ല മഴയായത്. അതിന് മുമ്പ് ഒരു 15 ദിവസം മുമ്പത്തെ കേസാണ് പറഞ്ഞത്. ഇവരെ കട്ട കെട്ടിയിട്ട് പോകും, മഴ പെയ്യും, രാത്രി മാത്രം മഴ, അവർ വരും, മഴ മാറും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണത്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 വചനമാണ്. മരുഭൂമിയിൽ നടന്നിരുന്ന ആ ജനതയാണ് ദൈവം ഒരു നല്ല വാസയോഗ്യമായ സ്ഥലത്തെത്തിയോളം അവരുടെ കൂടെ യാത്ര ചെയ്തത്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്നും രക്ഷിച്ച് ശരിയായ വഴിയിലൂടെ നയിക്കുന്ന ഒരു ദൈവമാണ്. ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ പറ്റിയ ഒരു വലിയ ഒരു പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പോകുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാതെ നിൽക്കുമ്പോൾ, ഉടമ്പടിയിലൂടെയാണ് ദൈവം നമ്മെ നേർവഴി കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങൾ വരാം. നമുക്കും പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരുപക്ഷെ നമുക്ക് വഴി അറിയാതെ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നിൽക്കുന്ന അവസരമാവാം. എന്തു തന്നെ ആയാലും ഈശോയിലും അമ്മയിലും നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട്. നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കൃപാസനം ഉടമ്പടി ജീവിതം ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ആ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അനീഷ് സുകുമാരന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത്. ചോദിക്കുന്ന എന്ത് നൽകുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ള നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അനീഷ് സുകുമാരനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.